കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കേണ്ടത് അച്ഛനും അമ്മയല്ല, നിങ്ങളാ. എനിക്ക് എന്റെ അച്ഛനെ അമ്മയെ ധിക്കരിക്കാൻ പറ്റില്ല. ധിക്കരിക്കണ്ട, അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാലോ. താനിപ്പോ സ്റ്റാൻഡായിട്ട് നിന്നുണ്ടെങ്കിൽ അവരെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും. എന്നോട് ഒന്നും പറയണ്ട, എന്തായാലും അച്ഛന്റെ തീരുമാനം വലുത്. എടോ, താനൊക്കെ ഒരാണാണോ? മൂക്കിന്റെ തളം മീശം വെച്ച് നടക്കണു. ആണുങ്ങളായാലേ കുറച്ചൊക്കെ നട്ടല് വേണം. അല്ല, താനാരാ? താൻ എത്ര വലിയ ആണാണെങ്കിൽ താൻ പോയി കെട്ടറോ. ആ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഞാൻ കെട്ടിയനെ. എങ്കിൽ താൻ കെട്ടറോ. ആ ഞാൻ കെട്ടും. എന്റെ മോൾക്ക് മാനക്കേടുണ്ടാക്കരുത്. വസ്തു വെച്ചിട്ടെങ്കിലും 2 ദിവസത്തിനകം ഞാൻ അവിടെ കാശെത്തിച്ചോളാം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. കണ്ണീര് കാണിച്ച് മോളെ ചെലവാക്കാൻ നോക്കാം. കയ്യിന്നല്ല, ഈ ചെക്കൻ നമ്മൾ തലേന്ന് പോയി തണ്ടേ. നിനക്ക് തരാവുന്ന പെണ്ണില്ലടാ. ഓനെ കൊണ്ട് വല്ല കാഴ്ചയുള്ള പട്ടിനെ തൊടലിട്ട് കെട്ടണ പട്ടി. ഇനി ഇവിടത്തെ പെണ്ണിനെ കെട്ടാൻ ഞങ്ങളുടെ പട്ടി വരും. എന്താടാ നോക്കിയിരിക്കണത്? വിളിച്ചിരിക്കാണ്ട് വാടാ. പോവാണോ? നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. വിടറോ, ഇനി എന്ത് പറഞ്ഞു തീർക്കാൻ? പറഞ്ഞു തീർത്തോളം മതി.